ഹലോ, ഇന്നൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായി. അപ്പോൾ നേരെ നമ്മൾ ഗാർഡനിലേക്ക് പോയിട്ടോ വന്ന വഴിക്ക്. എന്നിട്ട് കുറച്ച് കുറ്റിക്കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറും 2-3 ചട്ടിയും പിന്നെ കുറച്ച് നിത്യവഴുതനങ്ങയുടെ വിത്ത്, വഴുതനങ്ങയുടെ വിത്ത്, ചീര വിത്ത്, അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നത്. വന്നപ്പോഴത്തേക്കും വൈകുന്നേരമായി. വന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഓരോന്ന് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ ഓരോന്ന് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിനകത്ത് ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട്. പൊട്ടാത്തത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കണുള്ളൂ കേട്ടോ. എന്തോ മഹാഭാഗ്യം കൊണ്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റി. അങ്ങനെ ഒരു 1/4 ഭാഗത്തോളം എല്ലാത്തിലും നമ്മൾ ചകിരിച്ചോറ് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ നിത്യവഴുതനങ്ങയുടെ വിത്ത് നമുക്കെടുക്കാം. മൊത്തം എനിക്ക് തോന്നുന്നു ഒരു 10-9 വിത്തെങ്ങാനും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ചകിരിച്ചോറിൻ്റെ ഇതിനകത്ത് ആകെ ഇത് 18 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിലും ഓരോന്നും ഒരെണ്ണത്തിൽ മാത്രം 2 എണ്ണം വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ഒരു പാക്കറ്റ് മേടിച്ചതിൽ 2 എണ്ണമാണ് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മഴയൊക്കെ കൂടുതലായതുകൊണ്ടും നോക്കാൻ പറ്റാത്ത കാരണമൊക്കെ ഉണ്ടായിപ്പോയ പ്രശ്നമാണ്. ഇത്തവണ അതൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി സേഫായിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് 1-2 തവണയൊക്കെ മറിഞ്ഞാടി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല. പിന്നെ അതെടുത്ത് പറക്കി വെച്ച് പിന്നെ അതുപോലെ തന്നെ എല്ലാം നിറച്ച് കൊടുത്തിട്ട് ഇത് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ചാടിപ്പോവില്ലല്ലോ. ബാക്കിയുള്ള ഈ റൗണ്ട് ഷേപ്പിലുള്ള ചകിരിച്ചോറ് നിറച്ചതിലേക്ക് നമുക്ക് നമ്മുടെ വഴുതനങ്ങ നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് നട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ഇതില്ലാത്തത് കാരണം ഒരു 3-4-5-6 വിത്ത് ഒരുമിച്ചാണ് നട്ട് കൊടുക്കുന്നത്. പാക്കറ്റാണ് കുറച്ച് വലുതുള്ളൂ. വിത്തുകളൊക്കെ കുറച്ച് കുറച്ചേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ എല്ലാത്തിലും അത്യാവശ്യം വിത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ബാക്കി ചകിരിച്ചോറ് വെച്ചിട്ട് മൊത്തം മൂടുകയാണ് കേട്ടോ. ഇങ്ങനെ മുളപ്പിക്കാൻ നേരത്തെ ഈ മിക്സ് ചെയ്ത ചകിരിച്ചോറാണ് ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊതുകിനെ കിട്ടി. അപ്പോൾ അതിനെയും തല്ലിക്കൊന്ന് ഇതിൻ്റെ ഒപ്പൊട്ടില്ല കളഞ്ഞു. ഇനി നമ്മുടെ പഴയ ഷീറ്റ് നമുക്കൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്താണെങ്കിൽ കുറച്ച് മുളയ്ക്കാത്ത വിത്തുകളും വേസ്റ്റും അതും ഇതൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ ചകിരിച്ചോറും അതുപോലെ തന്നെ അതിനകത്തുണ്ടായിരുന്ന ബാലൻസ് മണ്ണും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇത് നമ്മുടെ ചീര വിത്ത് ഇതിനകത്തേക്ക് എടുത്തിട്ടു കേട്ടോ. ഇനി നമുക്കത് നമ്മുടെ ഈ ഷീറ്റ് ഒന്നും കൂടി ഒന്ന് നിറച്ച് കൊടുക്കാം. ഇതിനകത്തും കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട്, ചിലതൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. വിചാരിച്ച് ഇതിനകത്ത് ആകെ വിത്ത് തികയുമെന്ന് ആദ്യം വിചാരിച്ചായിരുന്നു, ഒരുപാടുള്ളതുകൊണ്ട്. പിന്നെ ഇങ്ങനെ കൂട്ടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് ഫുള്ളും അങ്ങനെ അതിനകത്തേക്ക് ചിരണ്ടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് മൊത്തം കൂടി ഒന്ന് റെഡിയാക്കി മണ്ണൊക്കെ ഇട്ട് സ്പ്രേ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ മേടിച്ച പുതിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ മറ്റേ കുരുമുളകും കൂടി ഈ ചട്ടിയിലേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ച് ആ ചട്ടിയിൽ നിന്നും നമ്മളിത് പറിച്ചു. തിരിയൊക്കെ ഇട്ട് റെഡിയായിട്ട് നിന്നതാണ്. ഇത് നമ്മുടെ കോഴിയപ്പയാണ് കേട്ടോ. ഒന്ന് ഉണങ്ങി വരണമായിരുന്നു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാൻ കാത്തു നിന്നില്ല. നേരത്തെ വാരി വെച്ചിട്ടും ഉണ്ടായി. പിന്നെ നമ്മുടെ ഒരു ഗ്രോ ബാഗിലുണ്ടായിരുന്ന മണ്ണ് കുറച്ചെടുത്ത് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ആ മണ്ണ് പോരാൻ തോന്നി കുറച്ചും കൂടി മണ്ണും പിന്നെ നമ്മുടെ ചകിരിച്ചോറ് ഒരു 1/4 ഭാഗം ഉണ്ടായിരുന്നതും കൂടി ഇട്ടു. സമയം രാത്രി പോരാത്തതിന് അന്യായ മഴയും. മഴയുടെ ഇടയ്ക്കാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ദേ ഓരോ ചട്ടിയൊക്കെ എടുത്ത് വെച്ച് അളന്ന് 3-4-5-6 തവണ മണ്ണൊക്കെ കോരിയിട്ടു. പിന്നെയും കുറച്ചും കൂടി മണ്ണ് കോരിയിട്ടു. ചട്ടി കാണുമ്പോഴെല്ലാം കുറച്ച് വലിയ ചട്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിറച്ച് മണ്ണ് വേണമായിരുന്നു. പിന്നെ ദേ നമ്മുടെ കുരുമുളകിൻ്റെ തൈയൊക്കെ ഇറക്കി വെച്ചു കേട്ടോ. അങ്ങനെ റെഡിയാക്കി മഴ കൂടിയത് കൊണ്ട് ദേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ഇലകളൊക്കെ അപ്പടി ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അതായത് അപ്പടി ചെളി പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുത്തു. സുന്ദര കുട്ടപ്പന്മാരായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. ഇതിൻ്റെ ശരിക്കും ഒരു ആവശ്യമില്ലായിരുന്നു. ഈ കുരുമുളക് തയ്യാൻ നിൽക്കണ ചട്ടിയിൽ തന്നെ നിന്നെങ്കിൽ മതിയായിരുന്നു. പിന്നെ ഓരോ സമയത്ത് ഓരോരോ തോന്നലല്ലേ, ഒരുപോലത്തെ ചട്ടിയിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചും കൂടി വൃത്തിയും ഭംഗിയാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കിടത്തി ചകിരിച്ചോറ് ചുമ്മാ ഒന്നും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സമാധാനം സന്തോഷം കിട്ടുന്നൊരു സംഭവമാണ്. നല്ല രസമുണ്ട് കാണാനുമായിട്ടും. കുറച്ചധികം സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ രസമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് സമയം കുറച്ച് കുറവായിരുന്നു. പിന്നെ മഴയും തുടങ്ങി, സമയം രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ എല്ലാത്തിലും ഒന്ന് നല്ലപോലെ ചകിരിച്ചോറൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ കുറച്ചും കൂടി അധികം പണികളുണ്ട്. ഈ ചെളി ഇതൊക്കെ കഴുകി കളയേണ്ട കാര്യമുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി ഒരു മൂലക്കയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1-2 ദിവസം കഴിയുമ്പോൾ 2-3 കുരുമുളകിൻ്റെ തൈയും കൂടി വാങ്ങണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.